ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാർ. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് വാട്ട്, വിച്ച്, വേർ, വെൻ തുടങ്ങിയവ, അതുപോലെ ഹൗ അല്ല, ഇതിനൊക്കെ WH ക്വസ്റ്റ്യൻസ്. അപ്പോൾ വളരെ എളുപ്പമായി നിൽക്കുന്നത് സംസാരത്തിൽ വളരെയധികം ആവശ്യമായിരിക്കും അല്ലേ. വാട്ട്, വിച്ച്, വെൻ, ഹൗ ഇത് പറഞ്ഞു ഞാൻ. അപ്പോൾ മേരാ ദർശകോ, ക്യാ, കൈസേ, കബ്, ഇങ്ങനെയുള്ളതൊക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ അല്ലേ, ചോദ്യം ഓർ ആൻസർ. സോ വി വിൽ മൂവ് ടു ദാറ്റ്. വളരെ എളുപ്പത്തിൽ വളരെ വശ്യമായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം, സംസാരിക്കുമ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ചോദ്യങ്ങളും ഉണ്ടാക്കുന്ന വാട്ട്, വിച്ച്, വെൻ, വേർ, ഹൂക്കും, ഹൗ, ഇതിൻ്റെ കൂടെ ഒരു ഓക്സിലറി തുറന്നു വരും. എപ്പോഴും ഇതിനെ ഫോളോ ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ വാട്ട് വെച്ച് നമുക്ക് ആദ്യം നോക്കാം. വാട്ട്സ് യുവർ നെയിം അല്ല, വാട്ട് ഈസ്, അതാണ് വാട്ട്സ് ഷോർട്ടിൽ. വാട്ട് ഈസ് യുവർ നെയിം, തുമാരാ നാം ക്യാ ഹെ, അല്ല നിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേരെന്താണ് നമുക്ക് ചോദിക്കാം. അപ്പോൾ മേരാ നാം രാജു ഹെ, എൻ്റെ പേര് രാജു എന്നാണ് എന്ന് പറയാം അല്ലേ. തുമാരാ നാം ക്യാ ഹെ, മേരാ നാം റാണി ഹെ, മേരാ നാം റാണി ഹെ, അല്ല എൻ്റെ പേര് റാണി എന്നാണ്. വാട്ട്സ് യുവർ നെയിം, മൈ നെയിം ഈസ് റാണി. അപ്പോൾ അങ്ങനെ അത് പോകണം. അതുപോലെ വാട്ട് വിൽ കം നെക്സ്റ്റ്, ഇനി അടുത്തത് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് വരും എന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ. വില്ല് വന്നു നോക്കുക വാട്ടിൻ്റെ കൂടെ. വാട്ട് വിൽ ഹാപ്പൺ ചോദിക്കും അല്ലേ. അതുപോലെ വാട്ട് വാസ് വെച്ച് ചോദിക്കാം. വാട്ട് വുഡ് അധികം ഉപയോഗിക്കാറില്ല എങ്കിലും പറയും. അതുപോലെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു അല്ലേ. ആപ്കെ ലിയേ മേം ക്യാ കർത്താ ഹെ, ഞാൻ എന്ത് ചെയ്യണം അല്ലേ. ക്യാ കർണ പർച്ച എന്നൊക്കെ പറയും നേപ്പാളിയിൽ ക്യാ കർണ പർച്ചയാണ് അല്ലേ. ക്യാ കർത്തി ഹെ, ക്യാ കർണ പർച്ചയായി. അതിലേക്ക് കിടക്കണ്ട, വേറെ ഭാഷകളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അത് അങ്ങനെ ചോദിക്കും. അപ്പോൾ വാട്ട് വെച്ച് അങ്ങനെ ഒരുപാട്. അപ്പോൾ ഓക്സിലറി ശ്രദ്ധിക്കുക അല്ലേ. വാട്ട് ക്യാൻ ഐ ഡു എന്ന് എല്ലാവരും ചോദിക്കണം. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരാൻ കഴിയും. കഴിവിനെയാണ് കാണിക്കുന്നത് എപ്പോഴും. ക്യാൻ, എബിലിറ്റി. ഞാൻ പറഞ്ഞിരുന്നു ഓക്സിലറി. അപ്പോൾ ഓക്സിലറിയും വളരെയധികം ആവശ്യമാണ്, അത് ശ്രദ്ധിക്കുക. എൻ്റെ വീഡിയോയിൽ കുറേ ഉണ്ടത്, അത് നിങ്ങൾ ഫോളോ ചെയ്യും. സംസാരിക്കാൻ ആവശ്യം ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ തന്നെ ധാരാളമായി. WH ക്വസ്റ്റ്യൻസും ഓക്സിലറീസും ഫുൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വശ്യമായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം, ഹിന്ദി സംസാരിക്കാം. മനസ്സിലായില്ലേ? പിന്നെ മലയാളവും സംസാരിക്കാം. അപ്പോൾ ഹിന്ദി മലയാളം ഞാൻ പറഞ്ഞിരുന്നു പല പ്രാവശ്യം, മറ്റ് രാജ്യക്കാരെ ബേസ് ചെയ്തുകൊണ്ടാണ്. കാരണം ഒരുപാട് താല്പര്യമുണ്ട് റഷ്യയിലെ ആളുകൾക്ക്, അതുപോലെ അമേരിക്കയിലെ ആളുകൾക്ക്, അതുപോലെ തന്നെ യൂറോപ്പ്, ഓൾ ഓവർ യൂറോപ്പ് എന്ന് തന്നെ പറയാം. അതുപോലെ നമുക്കറിയാം ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അതായത് അർജൻറ്റീന, ബ്രസീൽ അല്ലെ, ഇങ്ങനെ തുടങ്ങിയ, അതുപോലെ ആഫ്രിക്കൻ കൺട്രീസ്, ഇവർക്കൊക്കെ വളരെ താല്പര്യമാണ് ഹിന്ദിയും മലയാളവും പഠിക്കാൻ. മനസ്സിലായില്ലേ? അതുപോലെ അവിടെ ഇംഗ്ലീഷും പഠിക്കണം. കാരണം റഷ്യയിലതല്ല, ഫ്രാൻസിലതല്ല, ജർമ്മനിയിലതല്ല, ഇതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. ദർ യൂസ് ദർ ഓൺ റീജിയണൽ ലാംഗ്വേജ് ഓർ നാഷണൽ ലാംഗ്വേജ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് അതിലേക്ക് കിടക്കണ്ട, അത് നമുക്ക് ഓരോന്നായിട്ട് പോവാം. ഫ്രഞ്ച് പറഞ്ഞു തരാം, ജർമ്മൻ പറഞ്ഞു തരാം, സ്പാനിഷ് പറഞ്ഞു തരാം, ഇതൊക്കെ കുറേ ആയിട്ട്. അതുപോലെ അറബ്, ഇതൊക്കെ നമുക്ക് പഠിക്കാം അല്ലേ. ഏഷ്യഷ് മന്ത എന്നൊക്കെ പോകണം. അറബ് കേട്ടോ, ഞാൻ വെറുതെ ഒന്നെടുത്ത് ഇട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ വാട്ട് പറഞ്ഞു അല്ലേ. ഇനി വേർ, എവിഡേ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കും. എവിഡേ, വേർ, കഹാം അല്ലേ. അപ്പോൾ നോക്കാം. വെർ ഈസ് യുവർ ഹൗസ് ഓർ വെർ ഈസ് യുവർ ഹോം. ഈ ഹോമും ഹൗസും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, അത് പറഞ്ഞുതരാം അല്ലേ. അതായത് ചെറുതും വലുതായ വീടുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂട്ടുകുടുംബം എന്നൊക്കെ പറയും നമ്മൾ പഴയ കാലത്ത് അല്ലേ. അതായത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും ഒരു ഫാമിലി. ഇന്നൊന്നും അങ്ങനെ ഇന്നൊക്കെ അണുകുടുംബം ആയി മാറി അല്ലേ, ന്യൂക്ലിയർ ഫാമിലിയായി മാറി. അപ്പോൾ അതിനുള്ള വ്യത്യാസങ്ങളുണ്ടാവും സ്വാഭാവികമായിട്ടും. അപ്പോൾ അത് പറയാനുള്ളത് അങ്ങനെയാണ് പറയണത്. അപ്പോൾ നമുക്ക് നോക്കാം. വെർ ഈസ് യുവർ ഹൗസ് അല്ലേ. ആപ്കാ ഘർ കഹാം ഹേ, നിങ്ങളുടെ വീട് എവിടെയാണ്. മേരാ ഘർ ഉദർ ഹേ, എൻ്റെ വീട് അവിടെയാണ് അല്ലേ. മൈ ഹൗസ് ഈസ് ദർ ഓർ ഹിയർ, ഇവിടെയാണ് എന്നൊക്കെ പറയാം. എവിടെ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ അതങ്ങനെ വേറെ അല്ലേ. വെർ ആർ യു ഗോയിങ് എപ്പോഴും ചോദിക്കണം. ആപ് കഹാം സേ ജാ രഹി ഹേ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്, എവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ് ടെൻസാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. പോകുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത് വേറിൽ കുറേ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അല്ലേ. വേർ ക്യാൻ, വേർ വിൽ, വേർ ഷുഡ്, വേർ ഷാൽ,
വേർ ഷാൽ ഐ ഗെറ്റ് ഷെൽട്ടർ, എനിക്ക് എവിടെ അഭയം കിട്ടും അല്ലേ. വേർ അല്ലേ, എവിടെ. ക്യാ എന്നുള്ള അർത്ഥം കിട്ടും ചില സമയത്ത്, വേർ എവിടെ അല്ലേ. കഹാം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ. കഹാം മേം ഷെൽട്ടർ ദേത്താ ദേനേ ദേനേ വാല ദേനേ ഹും ദേത്താ ഹും എന്നൊക്കെ പറയാം. അപ്പോൾ എവിടെ എനിക്ക് അഭയം കിട്ടും. അപ്പോൾ വേർ വെച്ച് അങ്ങനെ പോകണു. ഇനി നമുക്ക് വെൻ, എപ്പോൾ, കബ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഹിന്ദി മേ കബ് വേർ അല്ലേ. വേർ ഈസ് യുവർ ഹൗസ് അല്ലേ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അതന്നെ റിപ്പീറ്റ് ചെയ്തു. വേറെ പറഞ്ഞു, വാട്ട് പറഞ്ഞു, വേറെ. വെൻ എപ്പോൾ എന്നുള്ളതാണ്. കബ് അതിലേക്കാണ് ഇപ്പോൾ കിടക്കാൻ പോകുന്നത്. വെൻ ഈസ് ദി ഷോ സ്റ്റാർട്ട്, വെൻ ഈസ് ദി ഫിലിം സ്റ്റാർട്ട്, സിനിമ എപ്പോൾ തുടങ്ങും അല്ലേ. വെൻ ഈസ് എപ്പോൾ തുടങ്ങുന്നു, വെൻ ഈസ് ദി ഫിലിം സ്റ്റാർട്ട് എപ്പോൾ സിനിമ തുടങ്ങുന്നു. കബ് അല്ലേ, ദ ഫിലിം സിനിമ അല്ലേ എപ്പോൾ തുടങ്ങും അല്ലേ. കബ് തക് എപ്പോൾ തുടങ്ങും. ജാത്താ ഹേ അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ എപ്പോൾ സിനിമ തുടങ്ങും അതാണ് നമ്മൾ വെൻ വെച്ച് പറയുന്നത് അല്ലേ. അതുപോലെ വെൻ ഈസ്, വെൻ വിൽ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ വെൻ ഡിഡ് ഉപയോഗിക്കും, വെൻ ഡു, വാട്ട് ഡു ഒക്കെ ഉപയോഗിക്കും കേട്ടോ. അതുപോലെ വാട്ട് ഡു ധാരാളം ചോദിക്കും. വാട്ട് ഡു യു ഡു അല്ലേ. വാട്ട് ഡിഡ് ഹി ഗെറ്റ്, എന്താ അവനെ കിട്ടി. പാസ്റ്റായി, ഡൂവിൻ്റെ പാസ്റ്റാണ് ഡിഡ്, ഞാൻ പറഞ്ഞിരുന്നു. ഡു ഡിഡ് ഡസ് വളരെ നന്നായി പഠിക്കണം. വളരെയധികം ഉപയോഗമുള്ളതാണ് ഡു ഡിഡ് ഡസ്, മനസ്സിലായി. അപ്പോൾ അതങ്ങനെ അതിലേക്ക് അങ്ങനെ പോകുമ്പോൾ അതങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ വാട്ട് പറഞ്ഞു, വേർ പറഞ്ഞു, വെൻ അല്ലേ. ഇനി വിച്ച്, ഏത് എന്നർത്ഥത്തിലാണ് വിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ. വിച്ച് ഈസ് യുവർ ഹൗസ് ചോദിക്കാം. കഹാം അല്ലേ. വേർ, വിച്ച് ഏത്, ഏതാണ് നിങ്ങളുടെ വീട് എന്നർത്ഥത്തിൽ. വിച്ച് ഈസ് യുവർ ഹൗസ്. അപ്പോൾ മേരാ ഹൗസ് ഉദർഹെ എന്നർത്ഥത്തെ അതേ അർത്ഥത്തിൽ പോകണം. എൻ്റെ വീട് അവിടെയാണ്. ഇദർഹെ, ഉദർഹെ എന്നൊക്കെ പറയാം. ഉദർ എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ വേർ ഈസ് യുവർ ഫ്രണ്ട് ചോദിക്കാൻ അല്ലേ. തുമാരാ സാത്തി കിദർ ഹെ, കിദർ രക്തി ഹെ, എവിടെ താമസിക്കുന്നു, എവിടെയാണെന്നൊക്കെ. സാത്തി ഫ്രണ്ട്, ഹേ ദോസ്ത് എന്നൊക്കെ പറയാം. സാത്തി മീൻസ് ഞാൻ നേപ്പാളിയിലാണ് പറഞ്ഞത് ദോസ്ത് കേട്ടോ, സോറി. ഹിന്ദിമേ ദോസ്ത്, നേപ്പാളിമേ സാത്തി എന്ന് പറയും. അറിയാതെ നേപ്പാളി ഞാൻ കുറേ ഉപയോഗിച്ചിരുന്നു, കുറേ കാലം ഉണ്ടായിരുന്നു ടീച്ചിങ്. അപ്പോൾ അങ്ങനെ അറിയാതെ വരികയാണ് നേപ്പാളി വാക്കുകളുടെ ഇടയിൽ കേട്ടോ. അപ്പോൾ ദോസ്ത് എന്ന് പറയും. അപ്പോൾ നമുക്കറിയാമല്ലോ പ്രശസ്തമായ ഒരു പാട്ടൊക്കെ ഉണ്ട്. ഏ ദോസ്തി ഹം നഹീ ചോഡെംഗേ ചോഡെംഗേ ഹം മഗർ മേരാ സാത്ത് നാ ചോഡെംഗേ. അപ്പോൾ നമുക്കറിയാം ഷോലെ എന്ന ഫിലിമിൽ അല്ലേ കിഷോർ കുമാറും മുഹമ്മദ് റാഫിയും പാടി, അതുപോലെ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും അഭിനയിച്ച ഒരു രംഗമാണത്. അതുപോലെ അതിൽ കുറേ നടന്മാരുണ്ട്. അതുല്യ നടനായ അംജദ് ഖാൻ വില്ലനായിട്ട് അല്ലേ, ഖബർ സിംഗ്, അതൊക്കെ നമുക്കതിലേക്ക് കിടക്കാം കുറേ ആയിട്ട്. അതുപോലെ ഹേമമാലിനി ഉണ്ട്. അങ്ങനെ കുറേ ആളുകളുണ്ട്. അതുപോലെ അതിൽ DSP പോസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് വരുന്നില്ല. വളരെ നല്ലൊരു റോളാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പോകണം. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു. വാട്ട് പറഞ്ഞു, വെൻ പറഞ്ഞു, വിച്ച് പറഞ്ഞു, വേർ പറഞ്ഞു. ഇനിയുണ്ട് ഹൂ, ഹും, ഹൗ. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഈ മൂന്നെണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്തുടരും. അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഈ വീഡിയോ 9 മിനിറ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അധികം വേണ്ട അല്ലേ. അപ്പോൾ അങ്ങനെ പോകാം. പാലക്കാടുകാർ പറയണ പോലെ, പാലക്കാട് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും അല്ല കേട്ടോ. ഞങ്ങളുടെ ഭാഗത്ത് വള്ളുവനാടൻ ഭാഷയാണ് സംസാരിക്കുന്നത്. എൻ്റെ സംസാരത്തിൽ തന്നെ നോക്കും. അപ്പോൾ ഒരുപാട് വേണ്ട പറഞ്ഞാൽ ഒരുപാടാകാ പറയും. എവിടെ? പാലക്കാട് സൈഡ്, പാലക്കാട് ടൗണ് കഴിഞ്ഞും അത് ആ സൈഡിൽ എന്ന് പറഞ്ഞാൽ സൗത്തിലേക്ക് പോകും, ദക്ഷിണ ഭാഗത്തേക്ക് അല്ലേ, തെക്കിലേക്ക് പോകും തോറും ആ ഭാഗത്ത് അങ്ങനെ സംസാരം വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ വടക്കഞ്ചേരിയൊക്കെ നമുക്ക് കുറച്ച് തൃശ്ശൂർ സ്ലാങ് കടന്നു വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഭാഷയിലെ വൈരുദ്ധ്യങ്ങൾ ഇന്ന് ഞാനൊരു ക്ലാസ്സിൽ മാത്രം അതെടുത്തു തരാം. നമുക്ക് അവിടുന്ന് തുടങ്ങാം. കാസർഗോഡ് തൊട്ട് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, പാലക്കാടിൽ തന്നെ 2-3 തരത്തിൽ. ഒറ്റപ്പാലമൊക്കെ നല്ല പ്യുവർ വള്ളുവനാണ്. അപ്പോൾ ഞങ്ങളുടെ ഭാഗമൊക്കെ വള്ളുവനാട് പറയും. പിന്നെ ഞങ്ങളുടെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മലപ്പുറം സ്ലാങ്ങായി മണ്ണാർക്കാട് ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടുന്ന് വിട്ടാൽ പിന്നെ തൃശ്ശൂർ അല്ലേ. പിന്നെ അറിയാം നമുക്ക് എറണാകുളം ഇത്തിരി നല്ല ഭാഷയാണ് കൈകാര്യം ചെയ്യുന്നത്. നല്ല ഭാഷയല്ല അവരുടേതായിട്ട്. അതുപോലെ കോട്ടയം, ഇടുക്കി അല്ലേ, പത്തനംതിട്ട, അതുപോലെ നമുക്കറിയാം കൊല്ലം, തിരുവനന്തപുരമൊക്കെ നമ്മൾ എന്തരപ്പി എന്നൊക്കെ ആവും. അപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. 10 മിനിറ്റിലേക്ക് നീങ്ങുന്ന വീഡിയോ. അപ്പോൾ നമുക്കിനി വീണ്ടും കാണണം. ഓക്കെ ദെൻ ഗൈസ്.